എല്ലാവർക്കും ഡബിൾ വൺ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം രാവിലെ എഴുന്നേറ്റ് എല്ലാം ചൂടാക്കി പെറുക്കിയത് ചോറ് കാണായിപ്പോയി. ഡ്രീം എന്ന് പറയാൻ പഴങ്കഞ്ഞി കുടിക്കണമെന്നായിരുന്നു. പഴഞ്ചോറ് അതിന് വെള്ളം ഒഴിച്ചേക്കണേ കേടായി. അല്ല, അത് ശരിക്കും താമസിച്ച് വെച്ച് കഴിക്കുന്നു. ചോറ് നന്നായിട്ട് വെന്തു പോയായിരുന്നു, അത് കാരണം കേടായി. ഇങ്ങനെ ചോദിച്ചോക്ക്, തിളപ്പിക്കല്ലേ. മീൻകറിയൊന്നും കാണാവില്ല. പിന്നെ തിളപ്പിക്കണ്ടേ, അത് ഒഴിച്ച് തിളപ്പിക്കുക. പിന്നെ അത് മാത്രം എങ്ങനെ ചൂടാക്കും? ഒഴുക്കി ഇവിടെ തിളക്കട്ടെ. അതിനകത്ത് കൈയിട്ടൊന്നും ആരും എടുത്തിട്ടില്ല. പിന്നെന്താണ് സാമ്പാറും ചൂടാക്കി കൊടുക്കുന്നത്? സാമ്പാറുണ്ടാ? അപ്പോൾ സാമ്പാർ ചൂടാക്കി കൊടുക്കുന്നു. എന്നിട്ട് തുണിയൊക്കെ കണ്ടു നോക്കി, കുറെ പരിപാടികളുണ്ട്. പണികൾ കുറെ പെൻഡിങ്. റേഷനടയിൽ പോകണം, പറ്റിയ നെടുമങ്ങാട് വരെ പോകണം അല്ലേ? അതുമല്ല പന്നി വരെ ധരിക്കും. പന്നി ഇഷ്ടംപോലെ വരും. അപശബ്ദങ്ങളൊക്കെ രാവിലെ വെയിലുണ്ട്. ഈ വെയിൽ കാരണം എത്ര ഇവിടെ തുണി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഈ വെയിലും വിശ്വസിക്കാൻ പറ്റില്ല. പോയി കളഞ്ഞാൽ പണി വാങ്ങും. വെള്ളം തോന്നിട്ടില്ല, എടുത്തിടാ. ഇവിടെ നോടിയാ രാവിലെ ശരി വെയിലുണ്ട് മിസ്. ഇനി 2 പാൻറ് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. നമ്മുടെ എല്ലിൻ്റെ പശ വെച്ചിട്ട് പശ ഫുള്ളാകുമ്പോൾ വീണ് ആ പാൻറ് ഫുൾ നശിച്ച് 2 പാൻറ് ഡ്രൈ ക്ലീൻ ചെയ്യാനിട്ട് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷെ എന്തൊരു കഷ്ടമാണ്. ബാ ഓടിപ്പോ. ഞാൻ ആലോചിച്ച് സമയങ്ങളിലേ കുറച്ച് അവിടെ നിൽക്കാം, കുറച്ച് ഇവിടെ എണീറ്റിട്ട് കുറേ നേരം കഴിച്ചു. എണീറ്റിട്ട് കുറേ നനച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. അവിടെ മൊബൈലും കളിച്ച് കിടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ബാ ചെയ്യാം, ബാ എണീക്ക്. അപ്പുറത്ത് പറഞ്ഞ് എനിക്ക് ഭ്രാന്തായി. ആ സമയം ഞാൻ ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചു. അതാണ് എനിക്കത്. അല്ലെ എണീക്കൂലായിരുന്നു. അതിൻ്റെ അടുത്ത് ദ്രോഹം കാണിച്ച. പിന്നെ ദ്രോഹം ഇതേ മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടും എല്ലാം കാണിക്കുന്ന ദ്രോഹമാണെന്നൊക്കെ. എന്ത് ദ്രോഹം കാണിച്ച്? ശരിയാണ്, ദ്രോഹം കാണിച്ചത്. ഞാൻ തന്നെ മീൻ കറി വെച്ച് കൊടുത്ത്, സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത്, മീൻ വറുത്ത് കൊടുത്ത്, പപ്പടം സെറ്റാക്കി കൊടുത്ത്, കൊണ്ടാട്ടമൊക്കെ എല്ലാം സെറ്റാക്കി കൊടുത്ത്. ഇതൊക്കെ ഞാൻ കാണിച്ച ദ്രോഹമാണ്. ശരിയാണ്. പട്ടിണി കിടക്കുന്നതുകൊണ്ട് പട്ടിണി കിടന്നായിരുന്നു പാവം. എന്നിട്ട് ഞാൻ ചെയ്ത ദ്രോഹമെന്ന് നാളെ വർത്താൻ പറയരുത്. തേങ്ങ സാമ്പാർ തീർന്ന മറ്റേ ബൗൾ എടുക്ക്. ഇതേ കൊള്ളും. ഇന്ന് ആണി വാങ്ങി കഥ അടയ്ക്കണോട്ടാ. അടിക്കണോട്ടാ ആണി. അതിനൊരു സംശയമില്ല കേട്ടാ. നമ്മുടെ കഥവിൻ്റെ ഈ പലകയൊക്കെ ഇറങ്ങിപ്പോയി കേസ്. അപ്പോൾ ഈ പലക ഫുള്ളും പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മളിത് ആണി വാങ്ങിച്ച് അടിക്കണം. ഇന്നിത് അതിൻ്റെ പലക കൊണ്ടിരിക്കുന്നത് ഇറങ്ങിപ്പോയത്. അത് ആണി വാങ്ങിച്ച് അടിച്ച് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇത് ശരിയാവില്ല, നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അല്ലേ. പഴയ സാധനങ്ങളാണ്, അതോടെ അറിയും. സൂക്ഷിച്ച് ഉപയോഗിക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് പൂച്ചയുടെ രോമമൊന്നുമില്ല, തേങ്ങയുടെ നാരാണ്. പിന്നെ പൂച്ചയുടെ രോമം മണ്ടത്തരം പറയുന്നത്. തേങ്ങയുടെ നാരും പൂച്ചയുടെ രോമം തിരിച്ചറിയാൻ പാടില്ല. ഞാൻ ഇന്നലെ ജെല്ലൊക്കെ അടച്ച് പൂട്ടിയിട്ട് വന്നത്. നീയാണ് ജെല്ല് തുറന്നിട്ട് പോകും. അതുകൊണ്ട് പൂച്ചയ്ക്ക് കയറാൻ സുഖമായിരുന്നു. ഞാൻ പൂച്ച അറിയാണ്ട് ജെല്ലൊക്കെ അടച്ച് വൃത്തിയാക്കിയിട്ടാണ് പോയത്. പാത്രം പാത്രമായി. ഞാൻ ചോറിന് കല അങ്ങനെ എടുത്തോ. ചോറ് കളഞ്ഞേക്ക്. ഇവിടെ കഴുകാനുള്ള പാത്രം കൊണ്ടുവെക്കുന്നുണ്ട് കേസ്. അയാളുടെ പാത്രം കൊണ്ടുവെക്കട്ടെ. അത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പണി വരുന്നില്ല. അതിന് വേണ്ടി ഒരു പാത്രം വൃത്തിയാക്കി ശരിയാവൂല. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ എന്തൊക്കെയാണ്. അലക്ക് സോപ്പാണ്. ഓക്കെ. ബ്രഷൊക്കെ എടുത്ത് നമുക്ക് പോവാം. ശ്രുതി ഓൾറെഡി പുതപ്പൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പുതപ്പ് പലക്കുന്നില്ല, മുക്കി വെക്കാനാണ്. നാളത്തേക്ക് അലക്കാനാണ് പ്ലാൻ. ഓൾറെഡി മുക്കിയിരിക്കുന്ന ഡ്രസ്സുകൾ അലക്കിയിട്ടില്ല, അത് അലക്കണം. ഡ്രമ്മിൽ മുക്കി വെച്ചിട്ട് ഡ്രസ്സ് അത് അലക്കിയെടുക്കണം. പാത്രം കഴുകിയെടുക്കണം, അലക്കിയെടുക്കണം. ഈ പുതപ്പ് മുക്കി വെക്കണം. പുതപ്പ് മുക്കിയിട്ട് പുതപ്പ് ജസ്റ്റ് ഒന്ന് കുത്തി പിഴിഞ്ഞിട്ട് മുകളിൽ ചേച്ചിയുടെ വാഷ് മെഷീൻ കൊണ്ടിട്ട് ഊരി പിഴിയാൻ മാത്രമാണ്. എന്നുവെച്ചാൽ ഊരി പിഴിയാനല്ല, കറക്കി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം വടിയാൻ വേണ്ടിയിട്ട്. നമുക്ക് പിഴിയാൻ ഭയങ്കര പാടായി പുതപ്പ്. നനഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്.
അതുകൊണ്ട് ആ സമയത്ത് അവിടെ കൊണ്ടുപോയി ചെയ്യാന്ന് വെച്ചിരിക്കുന്നു. ഫസ്റ്റ് പാത്രം ഞാൻ മാറ്റ്, ഫസ്റ്റ് പാത്രം ഞാൻ മാറ്റ്. വെള്ളം കോരി ഒഴിക്കണം, അത് കുതിർന്നിട്ട് അത് ഞാൻ ഇതാക്കി തരാം. അതിനകത്ത് ആ എന്നാ ആ ബക്കറ്റിൽ വെള്ളം ഉണ്ടാവില്ല, അതിനകത്ത് ഞാൻ കൊടുത്തരാം. വെള്ളമൊക്കെ നല്ല രാത്രി തീർത്തായിരുന്നു ബക്കറ്റ് തരാം. അപ്പം ഞാൻ പോയിട്ട് വെള്ളം കൊടുത്ത കേസ് ഫുള്ളും പുഴുക്കളാണ് കേസ് കയറിലൊക്കെ. ഇപ്പം എല്ലാം കൂടി കെറ്റിനകത്ത് വീണേ. വെള്ളം പോയാ കെറ്റിനകത്ത് ഫുള്ളും പുഴുക്കൾ. ഈ മഴ തുടങ്ങിയ ആട്ടം മുഴുവൻ ശല്യമായിരിക്കും ഫുള്ളും അല്ലേ. നമ്മൾ ദേ പോകണം, വെള്ളം പോയി. നമ്മൾ വല ഇട്ട് അടച്ചു വെക്കണ കിണറാണ്, അതുകൊണ്ട് പോവില്ല. പക്ഷെ അകത്ത് കാടുള്ളതിൻ്റെ പേരിലാണ് ഈ പുഴു കൂടുന്നതിൻ്റെ വരുന്നത്. ശല്യമാണ്, എന്തൊരു കഷ്ടമാണ്. വെള്ളം കുറഞ്ഞു കുറച്ചൊക്കെ നേരത്തിനോട് മുകളിലുണ്ടായിരുന്നാണ്. ഇച്ചിരി വെള്ളം താന്നിട്ടുണ്ട്. മഴ കുറവാണ് അല്ലേ, പെയ്യുന്നുണ്ട് പക്ഷെ കുറവാണ്. കുറവാണ്, ചൂടിളക്കിട്ട് ഇടിയൊക്കെ കൊട്ടുന്നുണ്ട്. ഇടി കൊട്ടുമ്പോൾ കെറ്റിൽ വെള്ളം കുറഞ്ഞാൽ പറയണത്. എന്തായാലും അങ്ങനത്തെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ വെള്ളം കുറട്ടെ. ടമ്പുവിൻ്റെ ശല്യം കഴിച്ചു ശ്രുതി. അപ്പോൾ നമ്മുടെ കറിവേപ്പിലക്കൊക്കെ തളിക്കുകയാണ്. എന്താണ് സോഡാപ്പൊടിയും വിനാഗിരി പിന്നെ പച്ചവെള്ളം പിന്നെ മറ്റേ പാത്രങ്ങൾ സോപ്പ് പൊടി എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യണം. സോപ്പ് വെള്ളം അല്ലേ, അതൊക്കെ അതിൻ്റെയൊക്കെ വെള്ളം ഒഴിച്ച് അത് നിറച്ചിട്ട് ശ്രുതി സ്പ്രേ ബോട്ടിലാക്കി. നമ്മുടെ ഇവിടെയൊക്കെ ഫുൾ ആട്ടം ഞാൻ കാണിച്ചു കേസ്. നിങ്ങൾ ശ്രുതി ആട്ടം കാണിക്കട്ടെ. നമ്മുടെ കപ്പിയിലും ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ, ഫുള്ളും ആട്ടാമൂൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ കേസ്. കുറേ ഉണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ കൊറോണത്തെ മാറ്റി എല്ലാം കൊണ്ട് തോന്നി. ഞാൻ വല വെച്ച് ഇതാക്കാം. അയ്യോ ആ കല്ലാണ് നിർത്തുന്ന നിശു, ആ വലയുടെ ആട്ടാമ്പുഴ കുറേ വരുന്നല്ലേ. ഈ ആട്ടാമ്പുഴയൊക്കെ ഇപ്പോൾ നമ്മൾ ഇതാക്കി തീർത്തിട്ട് ശരിയാവില്ല കേസ്. നമ്മുടെ ഇതിലൊക്കെ ആട്ടാമ്പുഴ കയറി പണിമായിരിക്കുന്നു. ഇത് സ്പ്രേ ആവുമല്ലേ. ഓ ഇതൊക്കെ ഫുൾ ആട്ടാമ്പുഴ ശല്യം കാണും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ തൊടാൻ പറ്റില്ല, കാരണം ഇതാവും ചൊറിയും ഇല്ലേ. എന്തോരം നമുക്ക് കുറേ ഉണ്ട് കേസ്, കുറേ വെച്ചാൽ കുറേ ഉണ്ട്. ഫുള്ളും ഉണ്ട് കുഞ്ഞുങ്ങൾ. ഇതെന്ത് ഇവിടെ വന്നത്, ഇവിടെ പറഞ്ഞ മരങ്ങളൊന്നും ഇല്ലല്ലോ. എന്തിന് ഇവിടെ ഒന്ന് കൂടിയിട്ടത് ഇവർക്ക്, അവിടെ വല്ല മരത്തിലെ കൂടിയിട്ട് അല്ല ഇതിലൊക്കെ ഒന്ന് കൂടിയിട്ട് പോയി. ഇവിടെ കൂടിയിട്ട് നിന്നാണ് അല്ലേ, കമ്പി വന്ന് കൂടിയിട്ടേക്കണ്. അവസാനം തീ എത്തിക്കാൻ വന്നിരിക്കുകയാണ് കേസ്. സംഭവിച്ചാൽ നമ്മൾ സ്പ്രേ അടിച്ചാൽ ഇപ്പോൾ ഒന്നും ചാവില്ല, പതുക്കെ ചാവുള്ളൂ. തീ എത്തിച്ച് കൊന്നാൽ പെട്ടെന്ന് ചാവുമല്ല. അതുകൊണ്ട് പേപ്പറിൽ തീ എത്തിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് സോറി. എല്ലാത്തിനെയും കൊന്നുകളയാനായിട്ട് ഒന്നും തള്ളെല്ലാത്തിനെയും എൻ്റെ പിന്നെ അതിന് മാത്രം ചൂടൊന്നും പിടിക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ അതിനെ കൊല്ലണം. എന്നിട്ട് സ്പ്രേ അടിച്ച് അതിൻ്റെ വരുന്ന വഴി ഫുള്ള് നശിപ്പിക്കണം അല്ലേ. ആമയും പരിപാടി അല്ലേ ശരിയാവില്ല. കാരണം ഇപ്പോൾ സ്പ്രേ അടിച്ച് ഇപ്പം ചാവൂലെല്ലാം, ആണ് വേറെ പ്രശ്നം. കുഞ്ഞിപ്പുഴാണ്, ഇപ്പോൾ ചാവൂല. അവർ കിറങ്ങി നിൽക്കാൻ നല്ലത് ഇതാവുന്നില്ല. അതുകൊണ്ട് ശ്രുതി ഇപ്പോൾ തീയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ചത്തില്ലേ? ഇപ്പം എല്ലാം ചത്ത്. ഇനി സ്പ്രേ അടിച്ച് വരാത്ത നോക്കാം. ഇവരാണ് നമ്മുടെ കറിവേപ്പില ഫുള്ളും തിന്ന് നശിപ്പിക്കുന്നത് അല്ലേ. കറിവേപ്പില ഫുള്ളും നശിപ്പിച്ച് അങ്ങനെ വിടല്ലേ. അപ്പൊ തീ കത്തിയ സാധനമൊക്കെ അങ്ങ് പോകും. ബോധമില്ല മാറണമെന്ന് വെള്ളമില്ലാത്ത സാധനമേ. മഴയൊന്നുമില്ല, നീ പെട്ടെന്ന് ആ സാധനമൊക്കെ മാറ്റി, അതൊക്കെ മാറ്റി, ആ സാധനം മാറ്റി, സ്പ്രേ കുപ്പിയൊക്കെ മാറ്റി. ഞാൻ പോയി വെള്ളം പോരട്ടെ. ശ്രുതിയുള്ള പണി ചെയ്യണം. ഞാൻ എന്നോട് ചേട്ട് ഇത് ശരിയാവില്ല. ഞാൻ അവസാനം തുണിയെ കലയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളം പോയി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കോരണം. തുണി അരിക്കുമ്പോഴേക്കും വീണ്ടും വെള്ളം കോരണം. എന്നിട്ട് വേണം ഊരി പിഴിഞ്ഞിട്ട് വേണം മുകളിൽ ചേച്ചിയുടെ വാഷിംഗ് മെഷീൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അല്ലേ ശ്രുതി? അലക്കാനല്ല, ജസ്റ്റ് അലക്കിയ സാധനം ജസ്റ്റ് ഒന്ന് കറക്കി ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയല്ലേ. കാരണം നമുക്കിവിടെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടല്ലേ, മഴ വരാൻ വരുന്നതുകൊണ്ട്. ഈ വെയിലില്ലാത്തതുകൊണ്ട് രാവിലത്തെ വെയിലൊക്കെ പോയി കഴിച്ചു. ഫുള്ള് മൂടല. ഇപ്പം നോക്കി കാണുന്നു, വെയിൽ സൂര്യനെ കാണാനില്ല, ഒന്നുമില്ല, എല്ലാം മൂടിയ അവസ്ഥയും സന്ധ്യാസമയം പോലെ ആയി. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എന്തൊരു മെയിനായിട്ട് ക്ലൈമറ്റ് ആണ് കേസ്. പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് വെയിലടിച്ച് അല്ലേ, പെട്ടെന്ന് വെയിലടിച്ച് ഇത്ര നേരം. ഇപ്പോൾ മാറി പെട്ടെന്ന് മഴ വീണ്. ഇത് തുണി ഊരി കഴിഞ്ഞിട്ടില്ല. ഇത് ഊരി പെയിൻറ്റ് വേണം മോളിൽ കൊണ്ട് മെഷീനിട്ട് കറക്കി എടുത്തുകൊണ്ടിരാനായിട്ട്. തേങ്ങ അവസാനം
അത്രേ ഉള്ളൂ നിൽക്കറ്. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തന്ന് നിൽക്കണം. പിന്നെ ഇതേ ശ്രുതി അവസാനം നമ്മുടെ തുണി കംഫർട്ട് ഇട്ട് മുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് മഴയാണെങ്കിൽ പെട്ടെന്ന് പോയി രക്ഷപ്പെട്ട് അത് വിചാരിക്കട്ടെ. അതുകൊണ്ട് വെയിലും മഴയും വീണ് ആണ് അവസ്ഥ. ഒരു ചക്കയുള്ളൂ ഉണ്ടോ ഗൈസ്? ഒരു ചക്കയുള്ളൂ. അത് ഭയങ്കര ഹൈറ്റിലാണ്. അത്ര ഹൈറ്റ് പറിക്കാൻ പാടുമാണ്. അതാണ് കാര്യം. വീണ്ടും മഴ ഇത് മാറി വെയിലടിച്ച കേസ്. ഇപ്പോൾ വെയിലത്തെ സ്ഥിതി തിളങ്ങി നിൽക്കുവാണിട്ട് ചൂടെടുക്കണല്ലേ. ഇത് വെയിൽ പോണ്. ഇനി അടുത്ത് വെയിലും മഴയും മാറി മാറി പെയ്തുകൊണ്ടിരിക്കണേ. എന്തിനൊന്നും ഉറപ്പിക്കാതില്ലേ? നിങ്ങൾ അത് തീരുമാനിക്കുന്നിട്ട് എന്ത് തീരുമാനിച്ച് വരിക. അല്ലാതെ വെറുതെ കുറച്ചേരം വെയിലടിച്ചിട്ട് കുറച്ചേരം മഴ പെയ്തിട്ട് അങ്ങനെ ഒന്നും ഇതാക്കരുത്. ബുദ്ധിമുട്ടിക്കരുത്. ഒന്നേ തീരുമാനിക്കാം മഴ വേണോ വേണ്ടോ. അതാണ് ഒന്നെങ്കിൽ മഴ വേണം അല്ലെങ്കിൽ വെയിൽ വേണം. രണ്ട് നിങ്ങൾ തീരുമാനിക്കാം ആദ്യം അല്ലേ. ഇതുവഴി ബക്കറ്റിൽ തുണിയിട്ട് പോകണം കേസ്. ഞാനിനി പുറത്തോട്ട് മുകളിലേക്ക് കൂടെ പോകണം. ഇതുവഴിയല്ല, ഞാൻ മറ്റു വഴി കയറി പോകുള്ളൂ. ഞാൻ ബോഡി മുകളിൽ പോയിട്ട് പുറത്തൊക്കെ ഉണക്കി സെറ്റാക്കിയിട്ട് വരണം. കൊണ്ട് ഉണക്കാട്ട് വരണം. അല്ല അലക്കി മെഷീൻ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ഡ്രൈ ആക്കാട്ടിട്ട് വരണം. ആണ് പരിപാടി. മഴയെ കിടക്കട്ടെ. ശ്രുതി ആദ്യം പോയി. ഞാൻ വെള്ളം അടച്ചിട്ട് ശരിയാവില്ല. അപ്പോൾ കേസ് ഞാൻ പുറത്തോട്ട് പോകണം. അങ്ങോട്ടേക്ക് ചത്ത് ശരിക്കും വന്നത് എന്നോട് ഈ കുടയും കൂടി കൊണ്ടുപോകാൻ ശ്രുതി. എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഇത്രയും വെയിറ്റുള്ള പുറപ്പുകൊണ്ട് മലയാളം എനിക്ക് വയ്യ. അപ്പോൾ അവൾക്ക് കുടയും കൂടി കൊണ്ടുവരണം. ഒറ്റയ്ക്ക് തന്നെ വിളിച്ച് കയറാൻ വയ്യ. ഞാൻ എൻ്റെ കൈക്ക് ഉപയോഗിച്ച് അവിടെയും ചെടികളൊക്കെ പിടിച്ച് വലിച്ചിട്ടാണ് മുകളിൽ കയറിയിരുന്നത്. അതിനായിട്ട് എങ്ങനെ കേസ് കുടയും കൂടി എടുത്തുകൊണ്ട് വരാൻ പറ്റുക? പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കേസ് നമ്മുടെ പുതപ്പ് ചുറ്റിയെടുത്ത് കറക്കിയെടുത്ത് ഒന്ന് ഉണങ്ങി പോലെ ആയിട്ടുണ്ട്. പിന്നെ അത് തുണി കറക്കിയെടുത്ത് മാവ് ബാഗിലൊക്കെ എടുത്ത് ശ്രുതി ഫ്രണ്ടിൽ പോണ്. കിച്ച് ചെയ്ത് നമുക്ക് മുന്നേ ഓടുന്നു. അപ്പോൾ അതെ ശ്രുതി ഇതുവഴി ഇറങ്ങാൻ വേണ്ടി പോകുന്നു. അതെനിക്കോ എന്ത് എല്ലാം കൂടി ഞാൻ പിടിച്ചിട്ട് പിന്നെ ഉടായ്പിന്റെ ഉസ്താദ് ഇവിടെ മനുഷ്യൻ ഒറ്റക്ക് നടക്കാൻ പോയി. അപ്പൊ കുടയും കൂടെ എടുത്തിട്ട് വന്ന് കിച്ചു മോനെ വരുന്നുണ്ടടാ. നീ വരുന്നേക്കറിയാം. പോ അവളോട് പൊക്കോ. അവളുടെ കാലിൽ കൂടെ ഓടി അവളുടെ കാലിൽ കൂടെ ഓടിയിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് പോടായി പോ. ശ്രുതി അതിക്കൂടെ ഞാൻ അപ്പുറത്ത് ഇറങ്ങും. ഇതിക്കൂടെ ഇറങ്ങാൻ പറ്റും. പാടാണ്. എനിക്ക് ബാലൻസ് വളരെ കുറവല്ലേ. ഞാനൊന്നും കഷ്ടപ്പെടുന്നത് വൈകി തുടങ്ങിയപ്പോലെ ഇങ്ങോട്ട് അയച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറിയ വാഷ് മെഷീൻ ഇത്രയും പാടില്ലല്ലേ ശ്രുതി? എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക് എടുത്താൽ അല്ല എന്തെടുത്താൽ മതി. ഓട്ടോമാറ്റിക് അല്ലാതെ നമ്മളെ സാധാരണ മാനുവലായിട്ടുള്ളതുണ്ട് വീട്ടിലെറണാകുളത്ത്. അതുപോലത്തെ മാനുവലായിട്ടായാലും മതി. പക്ഷെ 10,000 ആവും വാങ്ങാനുണ്ട്. ശ്രുതി ഇപ്പോൾ വാഷ് മെഷീൻ വാങ്ങാനുകൊണ്ട് നിൽക്കുക. കയ്യിൽ കാശില്ലാത്ത സമയത്ത് പൈസ ഉള്ളപ്പോൾ വാങ്ങിച്ചു തരാം. ആയിക്കോട്ടെ. ക്ഷീണം കഴിക്കി. എനിക്കും കഴിക്കണം. തുണിയൊക്കെ അകത്ത് വെച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. മഴയല്ലേ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. വീണ്ടും മഴ വീണു ഗൈസ്. മഴ പൊളിച്ച് പെയ്യണം. പിന്നെ പെയ്യട്ടെ, കുഴപ്പമില്ല. നമ്മുടെ തുണി എല്ലാം ഒടിച്ചിട്ട് ബാക്കി തുണി വീടിനകത്ത് ഇരിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക. കാരണം സ്ഥലമില്ല. ഇത്രയും തുണിയുണ്ട്. തുണി വീടിനകത്ത് ഇരിക്കണം. വേറെ വഴിയില്ല. കുഴപ്പമില്ല, ഇരിക്കട്ടെ. അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാല്ലേ. തീർന്നില്ലേ? ഇനി ഇത്രയും കൂടി ഇന്നലെ കൂടി ഉള്ളൂ ഗൈസ്. ഇന്നലെ അകത്തിരിക്കും. കാരണം ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങും. അത് ശരിയാവില്ല. അതെ നമ്മളോടൊക്കെ ആവശ്യം ഇന്നറൊന്നുമില്ല. അതുകൊണ്ട് അകത്തിനിരിക്കണം. അപ്പോൾ നമ്മൾ ഗൈസ് ഇറങ്ങി കുളിച്ച് ഫ്രഷപ്പായി. കുളിച്ചില്ല, ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പായിട്ട് കൈകാലിൽ ഫ്രഷപ്പായി കുടയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പോകാനുള്ള പുതിയ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. മഴ പെയ്താൽ അതുകൊണ്ട് മഴ പെയ്യില്ല. അതങ്ങനെയാണ്. നമ്മൾ കുട എടുക്കുന്ന ദിവസം മഴ പെയ്യില്ലല്ല. കുട വേണ്ട വീട്ടിൽ വെച്ചിട്ട് പോയാൽ അന്ന് മഴ പെയ്യും. നമ്മൾ കുട നാശവശായി പോകും. ശരിക്കും പറഞ്ഞാൽ കുട എടുക്കണത് ഒന്ന് ആദ്യം പുതിയ കുടയാണ് ഉപയോഗിച്ചതാവണമല്ല അല്ലേ നിശോ? ഒരു പുതിയൊരു ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലോ. ആ ഇത് ഫീൽ കിട്ടാൻ വേണ്ടിയാണ് കുടയൊക്കെ എടുത്തത്. പക്ഷേ എന്ത് 43 പ്രാവശ്യമാണ് നമ്പർ. അപ്പോൾ നമുക്ക് അല്ലാതെ പോവാം കേസ്. പോയിട്ട് നമുക്ക് ചന്തയിൽ പോകണം. നെടുമാട് പോകണം. റേഷയുടെ ഫസ്റ്റ് പോകണം. അരി വാങ്ങിച്ച് വെക്കണം. അരി വാങ്ങിക്കാൻ സഞ്ചി എടുത്താ തരുമോ ചേട്ടൻ? അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും പോവാം. എന്താണ് എൻ്റെ ഷർട്ടിൻ്റെ കൂടെ എത്തി. പെട്ടെന്ന് പോവാം. സമയമുണ്ട്. ഗൈസ് നിങ്ങൾ കണ്ടോ ആയിരിക്കുന്ന കള്ളപ്പൂച്ചുണ്ടോ? ആ പൂച്ച നമ്മുടെ വീട്ടിൽ വന്ന് കക്കണത് രാത്രിയിൽ കക്കാൻ പറ്റുന്നത് അവിടെയാണ് വീട്ടിലേക്ക് വന്നത്. എന്താണ് ശ്രുതിയുടെ അവസ്ഥ? ശ്രുതി സ്വന്തം വളിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. എനിക്ക് വയ്യ തേങ്ങയുടെ ഓരോ കാര്യങ്ങൾ എന്ത് പറയാനത്. തേങ്ങ ഇങ്ങനെയൊക്കെ ഭയങ്കര നാറ്റുമായിരുന്നു. അതാണ് തേങ്ങ പറയണത്. പിന്നെ തേങ്ങ സ്പ്രേ അല്ലേ തിന്നണമെന്നൊക്കെ പറയണത്.
തന്നെയാണ് ഗ്യാസ്. ആയിക്കോട്ടെ പാട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ പറയണ നിനക്ക് പോകും. അതിനെ വർണ്ണിക്കണം എന്തിനാണ്? ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാണ്. തേങ്ങയുടെ അവസ്ഥയാണ് തേങ്ങ പറഞ്ഞത് കേസ്. ഈ കണ്ട ഗുളിക അത് കഴിച്ചിട്ട് എനിക്ക് ഗ്യാസ് ഇത്രയും ഗുളിക കഴിച്ചിട്ട് ഗ്യാസ് പോകുന്നില്ല. വായക്കൂടി മുകളിലെ ബാക്ക് കൂടി മുകളിലെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇമിഷ്ടം എന്നാണ് ശ്രുതി പറഞ്ഞത് വയറ്റിൽ. നീർത്തിരിക്കുന്നുണ്ടോ? എന്റെ നിമിഷം എനിക്ക് അറിയാം. അതാണ് എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് അയ്യോ വൃത്തികേട് എന്ന് പറയും. മറ്റേ ലങ്ങേര് പറഞ്ഞു ഇത് വൃത്തികേടല്ല. വായുവും മേൽവായുവും പോകുന്ന സാധനം വെച്ച് നമ്മുടെ ദഹനത്തിന്റെ ഇതിൽ വരുന്ന പോകുന്ന കാര്യം അതാണ്. തക്കട് വന്നിട്ട് പോയി ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അവനോട് പോയി അയച്ചിട്ടേക്കൊണ്ട് കുടിപ്പിക്കൊണ്ടെന്ന് അറിയാൻ പാടില്ല. അങ്ങോട്ട് ഇട്ട് ഓടി കളിക്കണ്ടായിരുന്നു. അപ്പം അതിനോട് വീട്ടിലേക്ക് പോയി നമുക്കിതിൽ കൂടെ വന്നാം. നമുക്കെന്തായാലും ഇതിൽ കൂടെ ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ സൈഡിൽ കൂടെ പോകാമല്ലോ. നല്ലത് അല്ല ശരിയാവില്ല. ഇവിടെ വെള്ളടിക്കുന്ന സ്ഥലമാണോ ഗൈസ് ഈ വീട്? ഇടിഞ്ഞ വീട്. നമ്മളല്ലെങ്കിൽ നമ്മുടെ വീടും വെള്ളടിക്കുന്ന സ്ഥലമായിരിക്കില്ലേ സുധി? പിന്നല്ലാതെ ഇപ്പം നമ്മളവിടെ ഉള്ളതിൻ്റെ എല്ലാം ആൾക്കാർ വരാത്തത് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതന്നെ. പോണില്ലേ കാരണം നമ്മൾ പോയാൽ അവർക്ക് വെള്ളടിക്കാനുള്ള സ്ഥലമല്ല. ആ മെയിൻ കാര്യം. കാല് വേണ്ടി പോകണം കേസ്. നാട്ടിൽ രണ്ടുപേരും കാല് നട്ട് ചെടിയായിട്ടുണ്ട്. ഇത്ര നാളെ പായലുണ്ട്. തെന്നി വീഴാൻ ചാൻസ് കൂടുതൽ. സൂക്ഷിച്ച് പോകണം. പതുക്കെ പോ. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ കേസ്. തെന്നി വീണ പണി പാട്. എന്തൊരു സുഖം അല്ലേ ശ്രുതി വെള്ളത്തിൽ നിൽക്കുമ്പോൾ? കൊതുക് ഇഷ്ടമുണ്ട്. ഞാൻ വെള്ളത്തിൽ ഒരു പ്രത്യേക സുഖം അല്ലേ? നല്ല രസമുണ്ട് കേസ്. മലവെള്ളമാണ് ഈ പോണത്. അതോടെ കാര്യം. അവിടെ ശുദ്ധമായ വെള്ളമാണ്. കയറട്ടെ. നമ്മൾ കയറി നടക്കുകയാണ് കേസ്. അതൊക്കെ നടക്കാം. ഇനി ചെളിയാവുമ്പോഴാ. എന്നാലും ചെളിയാവും. ആ വർഷം വഴി ചെളിയല്ലേ. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാം. ആണ് പ്ലാൻ. അല്ലേ ശ്രുതി? മണാൽ കാലിൽ വെറുതെ ആയിപ്പോയി. വീണ്ടും മണ്ണായി. വല്ലാതായില്ല, ചേട്ടായി. കുഴപ്പമില്ല. എന്നാലും അതൊക്കെ പോവാം. അപ്പിയിട്ട് നട്ടും ആരും അപ്പിയിട്ടുണ്ടപ്പോൾ വഴിയിൽ. ഇവിടെ ആർക്കും കക്കൂസില്ലല്ലേ നമ്മളെപ്പോലെ. ചേച്ചി കട വന്നിട്ടില്ല കേസ്. അങ്ങനെ പറ്റിക്കുന്ന പോലൊക്കെ നമ്മളെത്തി. റേഷനിൽ പോകും. ഫസ്റ്റ് റേഷനിൽ പോയി സാധനം വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് വേണം അടുത്ത ദിവസം കയറി പോകാനായിട്ട്. നമ്മളിത് റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ സാധനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അരി വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. അരി വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് നടന്നുകൊണ്ട് പോയിട്ടാണ്. ഫൈനലി നമ്മൾ ബസ് കയറി കഴിച്ചിന് നേരെ പോകാം. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് എന്നിട്ട് അങ്ങോട്ട് പോയി സാധനം എടുത്ത് 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വരണം. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം. അരി ഇടാനായിട്ടുള്ള ബക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കാരണം വീട്ടിൽ ഭയങ്കര ഇടിച്ചിട്ടല്ലേ, ഇവിടത്തേക്ക് അടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരി ഇടാൻ ബക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്തി നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു ബക്കറ്റ് വാങ്ങണം. പച്ചക്കറി വാങ്ങിച്ചു ഗൈസ്. പച്ചക്കറി വാങ്ങിച്ചു. സുധി ബാഗ് പച്ചക്കറി ആക്കിയിട്ടുണ്ട്. ബക്കറ്റ് ഞാൻ പിടിച്ചിരിക്കുകയാണ്. സുധി ബാഗ് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ പോകണം അതൊക്കെ വീട്ടിലേക്ക്. ഇനി എന്താ വാങ്ങിക്കാനുള്ളത്? നാരങ്ങ വാങ്ങണം വെച്ചോ. ചവിട്ടി നോക്കണം. അത് വാങ്ങാൻ വേണ്ടി നോക്കണം. നോക്കട്ടെ, ചവിട്ടി വാങ്ങിച്ചിട്ട് പോവാം. നമ്മൾ നെടുമങ്ങാട് ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇനി നമ്മൾ കാരനാട് പോയി ഇറങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. സാധനം വാങ്ങിച്ചു വെച്ചിട്ട് അവിടെയാണ്. നമ്മളിത് വീട്ടിലെത്തി ചവിട്ടിയൊക്കെ വാങ്ങിച്ചത് ഇവിടെ വിരിച്ചിട്ടുണ്ട്. ഇടച്ചെമ്പ്. പിന്നെ നമ്മൾ ഒരു മറ്റേ ഇതെടുത്തിട്ടുണ്ട്. എൻ്റെ പേര് സേവനാഴി. പിന്നെ ഈ ഒരു ചട്ടി. അങ്ങനെ 2-3 സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ശ്രുതി സാധനം കവറൊക്കെ പുറത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി കൊടുത്ത് കുളിച്ച് പ്രശ്നമാവും. കുറച്ച് പണികളൊക്കെ ഉണ്ട് അല്ലേ ശ്രുതി? എന്താണ് പരിപാടി? കുളിക്കുക. കുളിച്ച് പക്ഷേ മുകളിൽ കയറി പോകണം. അതൊക്കെയാണ് പരിപാടി. എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അരിയാണ് വെച്ച് ആദ്യം അരി ബക്കറ്റ് ഇട്ട് വെച്ചു. പുതിയ ബക്കറ്റിൽ അരിയിട്ട് വെച്ച്. ഇന്ന് ആഴ്ചയിൽ തന്നെയാണ് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് അവിടെ വെക്കണം ബക്കറ്റ്. അവിടെ കയറ്റിയൊക്കെ കട്ടിൻ്റെ അടിയിലേക്ക്. കാരണം അതിൻ്റെ കൈമ തട്ടി നിൽക്കട്ടെ. ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കുമോ? അല്ല അടിയിൽ കയറൂല്ല. കയറൂല, പൊട്ടും. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി നീക്കിയൊക്കെ. ഈ വാതിലതോ മറിഞ്ഞ് വീണാൽ പൊട്ടിപ്പോണ്ടാകും ബക്കറ്റിൽ വീണിട്ട്. അങ്ങോട്ട് മാറ്റി വെക്ക്. കാരണം ഈ വാതിൽ എപ്പോഴും മറിയുന്ന സാധനമാണ്. പിന്നെ ഒരു ബക്കറ്റോട് എക്സ്ട്രാ ഉണ്ട്. ഈ ബക്കറ്റ് നമുക്ക് ബാക്കിയുള്ള സാധനം വെക്കണം. ഈ കടുക് കളിക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി. പെട്ടെന്ന് കുളിച്ച് ഫ്രഷാവാം. പോയി കുളിച്ചിട്ടില്ല കേസ്. കുളിച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് പോകണം.
ബാക്കി കളി ചെയ്യാം. അങ്ങനെ പരിപാടി. ചവിട്ടി ഇവിടെ ഇടായിരിക്കും മനസ്സ് പറഞ്ഞില്ല. ആടെ കേട്ടെ പട്ടി വന്ന് കിടക്കും. അതിൻ്റെ ആവശ്യമില്ല, പട്ടി വരുമ്പോൾ ഓടിച്ചാൽ മതി. ഒരു കുളിച്ച് പ്രശ്നപ്പെട്ട ഡ്രസ്സൊക്കെ മാറി ഇതേ ശ്രുതി ഇറങ്ങി. ഞാൻ ഇറങ്ങുവാണ്. നമ്മൾ നേരം മഴയുടെ മുകളിൽ ചേച്ചി വീട്ടിൽ കയറി പോവാണ്. ഇനി കുറച്ച് നേരം കൂട്ടത്തിൽ ചേച്ചി വീട്ടിലായിരിക്കും ഇല്ലേ നിഷു? കുറച്ചല്ല, രാത്രി വരെ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും. വൈകിട്ട് 7 മണി തിരിച്ചിറങ്ങിയിട്ടുള്ളൂ. വന്നിട്ട് നമുക്ക് ദോശയും ഇഡലി ഉണ്ടാക്കി വയ്ക്കാൻ മാവുണ്ട്. ഇഡലി ദോശയും ഉണ്ടാക്കിയിട്ട് സാമ്പാറും മീൻകറിയും ഉണ്ട് ചൂടാക്കിയിട്ട് ഒരു ചമ്മന്തി കൂടെ കഴിച്ചാൽ സൂപ്പറായിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ രാത്രിക്ക് ഫുഡ്. രാവിലെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാൽ നമ്മൾ രാവിലെ കഴിച്ചില്ലായിരുന്നു. നമ്മൾ സമയം എൻ്റെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. രാത്രി തോന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇനി കുഴപ്പമില്ല, വലിയ വിശപ്പൊന്നും. വെള്ളം കുടിച്ച് വേറെ ഒരുപാട് നിറഞ്ഞു കഴിച്ചു. അർജന്റീന കയറ്റി പോടാ. താഴത്ത് പോയിട്ട് ചേച്ചിക്ക് വാങ്ങിച്ച സാധനം മറന്നു എടുക്കാനായിട്ട് ശ്രുതി എടുത്തിട്ട് വരികയാണ് ചെയ്തത്. അതൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവരുടെ വീട്ടിൽ പോകുന്നു. ചേച്ചി ചക്കയപ്പം ഉണ്ടാക്കണം, ചക്ക വെച്ച് കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാൻ അങ്ങോട്ട് പോകുന്നു. ചേച്ചി സാധനം വാങ്ങിക്കൊണ്ട് നമ്മുടെ പറഞ്ഞിട്ട് റവയൊക്കെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ വാങ്ങിച്ചായിരുന്നു നമ്മൾ വീട്ടിൽ വെച്ചിട്ട് മറന്നു പോയിട്ട് വേണ്ടത്. ശ്രുതി എടുത്തിട്ട് വന്നതാണ്. എന്താണ് നമുക്ക് ഇവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. വൈകിട്ട് ഇനി ഒരു 6-7 മണി വരുമ്പോൾ തന്നെ ആയിരിക്കും. അതിവിടെ നമ്മൾ താഴത്ത് പോകും. ഇവിടെ പോയിക്കുമ്പോൾ ഇവിടെ തന്നെ കഥ നമ്മൾ ഇരിപ്പായിരിക്കും. സാധാരണ നമ്മൾ താഴെ പരുത്തിക്കുഴിയാണ് പോകാറ്. ഇവിടെ നമ്മൾ ചേച്ചി ഒറ്റയ്ക്കുള്ള പിള്ളേർ വരുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ ചേച്ചി കമ്പനി എടുക്കാമല്ലോ. ആ പ്ലാൻ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ശ്രുതിക്ക് പതിയെ നടക്കണം വയ്യാതെ നമ്മൾ താഴത്ത് പോകേണ്ടതാണ്. ശ്രുതിക്ക് നടക്കാൻ വയ്യാത്തതും കൂടെ ആയപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് നടക്കുകയാണ്. ഒരു എക്സസൈസ് പോലെ ആയിക്കോട്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ കയറാണ്. ചേച്ചിയുടെ വീട്ടിൽ സംസാരിച്ചിരുന്ന കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. ചേച്ചിയുടെ പുറത്ത് പറമ്പിൽ എന്തോ നമ്മൾ അവരുടെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട്. പൂച്ചയിൽ ഒരു ചെറിയ കുഞ്ഞ് പൂച്ച മരിച്ചു. ഓൾറെഡി ഒരു പൂച്ച മിനിഞ്ഞാന്ന് മരിച്ച്. ഇന്നിത് അടുത്ത പൂച്ചയും മരിച്ച്. അപ്പോൾ അതിനെ ചേച്ചി കുഴിച്ചിടാൻ വേണ്ടി നമ്മളെ കായൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പതുക്കെ ഇങ്ങോട്ട് നടന്ന് പൂച്ചയ്ക്ക് ഒന്ന് വയ്യാതായിട്ട് മരിച്ചാണ്. ശരിക്കും ആ പൂച്ചയുടെ ഉടമസ്ഥരൊന്നും ചേച്ചിയല്ല, പാവം ചേച്ചിയുടെ അനിയത്തിയാണ് പൂച്ചയുടെ ഉടമസ്ഥ. അവളാണുള്ള പൂച്ചനെ അവിടെ നിന്ന് പൂച്ചനെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് വളർത്തിയിട്ട് അവൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂച്ചയ്ക്ക് ഫുഡൊക്കെ കാണില്ല. ചേച്ചി കൊടുക്കുന്നുണ്ട്, എന്നാലും ചേച്ചിന് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളപ്പുറത്തിന് കഷ്ടപ്പാടാണ് പുള്ളിക്കാരത്തിക്കും. പിന്നെ മറ്റു കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും. പൂച്ച മരിച്ചെന്തായാലും കുഞ്ഞു പൂച്ച അത് വയ്യാതായിട്ടൊന്നും മരിച്ചാന്ന് തോന്നുന്നു. ഇന്നലെ മുതൽ തീരെ കിടപ്പായിരുന്നു. ഇന്നായപ്പം മരിച്ച്. കുറേ നേരം നോക്കിക്കാണ് കേസ്. അങ്ങോട്ടത്ത് മലയൊക്കെ കണ്ടു. ഇവിടുത്തെ ഇവിടെ നിന്ന് വ്യൂ ഒക്കെ അടിപൊളിയാണ്. അവിടെ നോക്കിയിരിക്കാം. ഇവ നേരത്തെ ഈ റബ്ബർ തൈ ഉണ്ടായിരുന്നില്ല, അപ്പോൾ സൂപ്പറായിട്ട് കാണുന്നു. ഇപ്പോൾ റബ്ബർ തൈ ഇത്രയും വളർന്നുകൊണ്ട് ഫുള്ളായിട്ട് കാണില്ല. എങ്കിലും ഈ സ്ഥലത്തെ വ്യൂ കുറച്ച് കാണാം. കൊള്ളാം, അടിപൊളി. എന്തായാലും ഇവിടുത്തെ വ്യൂ കൊള്ളാം. മറ്റേ അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി അങ്ങോട്ട് നടക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കാൻ വേഗത്തിലൂടെ നിൽക്കാം. അവിടെ തിരിച്ചെത്തി കിച്ച് അവിടെ കൊണ്ട് ശ്രുതിയെ കുറിച്ച് കുടിക്കാൻ എടുക്കാൻ വേണ്ടി പോയാൽ ഞാൻ അവിടെ നടന്ന് തളർന്ന് കഴിച്ച് കുറേ നേരം കൊണ്ട് നടന്ന് നേരത്തെ കുടിച്ച് പിന്നെ ശ്രുതി വെള്ളം കൊണ്ട് കുടിക്കാം. നമുക്ക് കൊണ്ടുവരായിരിക്കും. വെള്ളം കൊണ്ടുവരുന്ന ശ്രുതി പെടുന്നുണ്ടോ? ദാഹിച്ചിരിക്കുക. ഞാൻ വെള്ളം കുടിക്കട്ടെ കേസ്. തള്ളരുന്ന് എത്ര നടന്നാലും ഈ തടി കുറയൂല എന്നറിയാമല്ലോ. പിന്നെ എന്തിനാ നടന്ന് വെറുതെ വിയർത്ത് നാറി വരണം. തുളസിയല്ല കരിമ്പി കർമ്മം നോക്കണമെന്നില്ല. മൂങ്ങക്കുഞ്ഞ് നോക്കുമ്പോൾ കരമ്പിക്ക് ഇഷ്ടമല്ല കിച്ചുവിന. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമാണ്. ഗൈസ് നമ്മൾ നേരത്തെ തിരിച്ചു പോകണം. നേരത്തെ വെച്ചാൽ സമയം നോക്കും ഗൈസ്. 6:28 സമയം. നേരത്തെ തിരിച്ചു പോകണം. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശ്രുതി മെയിനായിട്ട് പോയി നേരത്തെ പോകാൻ കാരണം ശ്രുതിക്ക് നല്ല വിശക്കുണ്ട്. രണ്ടാമത്തെ കാര്യം മീൻകറി ഇന്നലെ വെച്ച മീൻകറി രാവിലെ ചൂടാക്കിയിട്ടില്ല. രാവിലെ ചൂടാക്കിയാൽ മീൻകറി രാവിലെ പിന്നെ ചൂടാക്കിയിട്ടില്ല. അപ്പോൾ ചൂടാക്കിയിട്ട് കേടായി പോവും. അത്രയും മീൻകറി ആണ്. വീണ്ടും വരാനാ? ഇപ്പം വീണ്ടും വരണം നിനക്ക്? ചേച്ചി പറഞ്ഞ് പോയി കഴിച്ചിട്ട് കയറി വാന്നൊക്കെ. സംഭവിച്ചത് മീൻകറി അവിടെ കിടന്ന് കേടായി പോവും. കാരണം ഇന്നലെ ഞാൻ ഉണ്ടാക്കി മീൻകറി കുറേ ഉണ്ട്. ഒരു ചട്ടിയുടെ പകുതിയോളം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത്രയും മീൻകറി ഒരു കേടാക്കി കളയാൻ ശ്രുതിക്കൊരു മടി. അതുകൊണ്ട് ചൂടാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോവാണ്. ഇനി തിരിച്ച് വീണ്ടും കേരളം നടക്കൂല കേസ്. കാരണം സമയം ഇപ്പം തന്നെ 6 മടിയാവും. മല ഇറങ്ങിയാൽ കേരളം ഭയങ്കര പാടാണ് അല്ലേ ശ്രുതി? അതുകൊണ്ട് ഇനി വീണ്ടും തിരിച്ച് മോളിൽ കേരളം വരെ നടക്കൂല. നമ്മൾ നേരത്തെ പോകാൻ മാത്രമല്ല ശ്രുതിക്കോട് നിന്നിട്ട് ബോറടിക്കുന്നുണ്ട് കുറേ ആയിട്ട് ഇരുന്നപ്പോൾ. സാധാരണ ചേച്ചിയുടെ സംസാരിച്ച് കഥയും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ ചേച്ചിയുടെ അടുക്കളയിൽ പണിയില്ലല്ലോ. ചേച്ചി TV കണ്ടിരിക്കുകയാണ്. ചേച്ചി അടുക്കളയിൽ പണിയിലാണെങ്കിൽ ശ്രുതിയോടെ പോയി നിന്ന് കഥയും പറഞ്ഞ് ചേച്ചിയുടെ സംസാരിച്ച് സമയം പോകുന്ന അറിയില്ല. പക്ഷേ ചേച്ചി TV കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോമഡി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് അത് കാണാൻ വലിയ ഇൻട്രസ്റ്റും ഇല്ല.
പിന്നെ വിശക്കൊണ്ട് താനും. ഞാൻ അങ്ങനെ TV ഇപ്പം എനിക്ക് സിനിമ കാണലൊക്കെ കുറഞ്ഞു. അതാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണുന്നു. അതെ അതെ, റീൽ കണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ സിനിമ ഒന്നും കാണൂല ഇപ്പോൾ. ഇതിൽ കൂടെ ഇറങ്ങണ അല്ല അസപ്പുറത്ത് കൂടിയാണ്. ആയിക്കോട്ടെ. എന്നാ നീ ഫോൺ പിടിച്ചോ, ഈ ഫോൺ കൊണ്ടേക്കോ. എടാ ഈ ഫോൺ പിടിക്കുക, എല്ലാ ഫോൺ കൂടി എൻ്റെ പോക്കറ്റിൽ ഇരിക്കൂല. ഇത് പിടിക്കുക ശ്രുതി, ഇത് പിടിക്കുക, അതിനൊരു ഫോൺ പിടിക്കുക. എടാ ഏതിനൊരു ഫോൺ പിടിക്കുക ശ്രുതി. ഓക്കെ ഗൈസ്, 2 ഫോണിൽ തലയിൽ തെറ്റിച്ചിട്ട് മുങ്ങി കളഞ്ഞുണ്ടോ. ഇവിടെ ഇങ്ങനത്തെ ഉടായിപ്പാണ് ഗൈസ്, ദേഷ്യം പിടിപ്പിക്കാനിട്ട്. ഒന്നാമത് എൻ്റെ പോക്കറ്റ് സ്ഥലമില്ല. എനിക്ക് ഇറങ്ങാൻ നേരത്ത് എവിടെയും ചെടിയിലൊക്കെ പിടിച്ചിറങ്ങണം കൈ പിടിച്ച്. അപ്പോൾ എൻ്റെ കൈ കാലിയായിട്ട് ഫ്രീ ആയിട്ടിരിക്കണം. ഞാൻ അവിടെ എവിടെയും പിടിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ തെന്നിടിച്ച് വീഴും. ഇത് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ചുറ്റി പോകുന്ന വിചാരിച്ചാൽ നമ്മൾ പിടിക്കാതെ ഇറങ്ങാമല്ലോ. ഇതിൽ കൂടെ ഇറങ്ങാൻ വിചാരിച്ചാൽ ആദ്യം എനിക്കോ ശരിയാവില്ല. കാരണം വഴിയിൽ ഫുള്ള് പിടിച്ചിറങ്ങി കയ്യിൽ ഫോണൊന്നും പാടില്ല. ഒരു ഫോൺ സുറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു ഫോൺ എനിക്ക് ആരെയിലെങ്കിലും വെച്ചിട്ട് ഇറങ്ങി പോകാമായിരുന്നു. 2 ഫോൺ കൂടെ അറിഞ്ഞിരിക്കില്ല. അത് വേറൊരു കാര്യം. നിക്കറൊക്കെ ലൂസാണ്, ഊരിപ്പോവും പെട്ടെന്ന്, ഫോണൊക്കെ നിലത്ത് വീഴും, പൊട്ടിപ്പോവും. ഞാൻ ശരിക്കും ഇതിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പ്ലാൻ ചെയ്തത് ഇതിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാൻ കുറച്ച് പാടാണ്. പക്ഷേ ഞാൻ സൂക്ഷിച്ച് ഈ സൈഡിലുള്ള ചെടികളൊക്കെ പിടിച്ച് ഇറങ്ങിയാൽ, വിലം കൊടുത്ത് ഇറങ്ങിയാൽ കുഴപ്പമില്ല. പക്ഷേ ഇനി പറ്റില്ല, കാരണം ചെടിയൊക്കെ പിടിച്ചിറങ്ങാൻ നടക്കാത്തവരാണ്. ഇപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ സ്ഥിതി കൂടെ ഇറങ്ങാം. ഇതാകുമ്പോൾ പിടിക്കാതെ ഇറങ്ങാം, എവിടെയും പിടിക്കാതെ പതുക്കെ സൂക്ഷിച്ചിറങ്ങി പോകാമല്ലോ. അതുവഴി ഇറങ്ങാൻ പാടാ. ഇത് കൂടെ ഇറങ്ങുമ്പോൾ ദൂരം കൂടുതലാണ്. കാരണം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞ് പോകണം, ദൂരെ കൂടുതലാണ്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ചുറ്റി ഇതിൽ കൂടെ വന്നത്. ശ്രുതി ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ട്. ശ്രുതി എന്താ ചെയ്യണം നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ശ്രുതി ഫസ്റ്റ് എത്തിയല്ലേ, ഒരു ഫോൺ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകാതെ ഫസ്റ്റ് എത്തിയ ആൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഉടായിപ്പോൾ ശ്രുതി ഇത് അടുപ്പത്തിച്ച് ഫസ്റ്റ് കൊതിൽ എത്തിച്ചിരിക്കുന്നു. പിന്നെ ആയിക്കോട്ടെ, ഒരു ഗുണവുമില്ല. മണം മാത്രമേ ഉള്ളൂ. കൊതുക് പോകണ്ടേ. ഉള്ള കാട വയ്ക്കുന്നിട്ട് കൊതുക് കുത്തുക മനുഷ്യനെ. ഒരു കൊതിലെത്തിക്കാതെ നമ്മൾ മണത്തിൽ എത്തിച്ചെടുക്കണം. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം എന്തിനാണ് വെച്ചിരിക്കണത്? കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ കറി ചൂടാക്കാത്ത? കറി ചൂടാക്കാത്തതാണ്. ഇഡലി ഉണ്ടാക്കാനാണ് ശ്രുതി പ്ലാൻ ചെയ്തേക്കുന്നത്. ചമ്മന്തിയുടെ വെച്ച് സെറ്റാക്കണം. പുതിയ പാത്രം പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കി ചമ്മന്തി അരക്കാനുള്ള പ്ലാനിലേക്കാണ്. ചമ്മന്തി ശ്രുതി അരയ്ക്കും. അത്രയും മടി പാടില്ല. പിന്നെ ശ്രുതി ചുടുവെള്ളം തിളപ്പിച്ച് നമ്മൾ ഫ്ലാസ്കിലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചമ്മന്തി കൂടെ ഉള്ളിയും കൂടെ കരിഞ്ഞിട്ടെ ഒരു ചമ്മന്തി അരച്ച് സെറ്റാക്കി കിടക്കാൻ ചെയ്യാം. ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ചമ്മന്തി ഉണ്ട്, സാമ്പാറും ഉണ്ടാക്കി, കുറച്ച് സാമ്പാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കഴിക്കാമല്ലോ. ഞാനത് ചമ്മന്തി കൂടെ സംബന്ധിച്ചിട്ടുണ്ട്. സൈസിലത് ഡപ്പയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചമ്മന്തി കുറച്ച് കറിവേപ്പില കുറച്ചിട്ടണം. ഇത് എണ്ണ തേക്കാനുള്ള സംഭവം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉണ്ട ബോൾ സെറ്റാക്കി വെച്ചാൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ വെച്ച് തുറക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു കെട്ടുണ്ടായിരുന്നാൽ അത് നല്ലതല്ലേ. ഡെയിലി അതിനെ ഉപയോഗിക്കാമല്ലോ കുറച്ച് നാളത്തേക്ക്. എത്ര നാൾ ഉപയോഗിക്കാം. അതാണ്. അടച്ചു വെച്ചാൽ മതിയല്ലോ ആവശ്യം കഴിയുമ്പോൾ. അടപ്പുള്ള ടിൻ്റെ അടുത്തത് ചെറിയ പാത്രം അത് വെച്ച് അടച്ചു വെച്ചാൽ മതി. എണ്ണ പാത്രത്തിരിക്കും. ശ്രുതിയുടെ ഒരു നല്ല ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ നല്ല കാര്യമല്ലേ. കുറച്ച് ഉപ്പിട്ടോ, ചമ്മന്തി വയ്ക്കട്ടെ. ഉപ്പായിട്ട് വാങ്ങിച്ചതൊന്നും പൊടിച്ചിട്ടില്ല, ഇത് പൊടിക്കണം. പൊടിച്ചിട്ട് ഫസ്റ്റ് ഉള്ളു കാരണം ഉപ്പ് ചമ്മന്തിക്കും. പിന്നെ ദോശമാവിന് ഉപ്പിട്ടിട്ടില്ലല്ലോ, അതിനുമാണ്. നമ്മൾ ഉപ്പ് മാത്രം കാലി കിടക്കായിരുന്നു എന്നറിയാം. പക്ഷെ കല്ലുപ്പുണ്ട് വീട്ടിൽ, കല്ലുപ്പുണ്ട്. അതാണ് പൊടിയുപ്പുണ്ട്, എല്ലാം തീർന്നു. കല്ലുപ്പുണ്ടായിരുന്നു. പൊടിയുപ്പ് ഇതിന്ന് വാങ്ങിച്ചിട്ട് വന്നത്. മതി, പൊടിയുപ്പ് ഇതിന്ന് വാങ്ങിച്ചിട്ട് വന്നത് ഇരിപ്പുണ്ട്. അപ്പോൾ കാണിച്ചേട്ടെ. ഞാൻ ചമ്മന്തി കഴിക്കാൻ വേണ്ടി ഉപ്പ് ശ്രുതി ഇട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചമ്മന്തി കഴിക്കാം. പ്ലാൻ ഞാൻ അതിക്കട്ടെ കേസ്. ശ്രുതി ദിവസം കൂടെ ബാക്കി ചെയ്യട്ടെ. ശ്രുതി മാവ് കിടക്കുന്ന സമയത്ത് ചമ്മന്തി സെറ്റാക്കി എടുത്തിട്ട് ശരിയാവില്ല. മാവ് വലിക്കൊണ്ടിരിക്കുക. ഞാൻ ചമ്മന്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് വലിക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ ഇഡലി അല്ലേ, ഇഡലി കുറേ നാളത്തെ ആഗ്രഹം ഇഡലി കഴിക്കണമെന്ന്. ആ ആഗ്രഹം നടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വീട്ടിൽ ചെമ്പ് വാങ്ങിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് ഇഡലി കഴിക്കാൻ വേണ്ടി പോവാ. അതാണ്, പേടിക്കണ്ട. എൻ്റെ ഷെഡിയാണത്, അത് വേറെ കാര്യം.
എന്നിട്ട് ആവി കൂടുന്നുണ്ട്. ഇതിപ്പോ യാതൊന്നും എങ്ങനെ അറിയും? ആണ് ചെറുത് വെച്ചോ. ആണ് അടിയിൽ പോണ ചെറുത്. അപ്പോൾ അത് മുകളിലത്തെ കറക്റ്റാണ്. രണ്ടും ഇത് തന്നെ. അല്ലല്ല ഒരളവല്ല. ഒരെണ്ണം ഇതില് സെയിം. ഇടത് സെയിമാണ്. ഞാൻ ഉദ്ദേശിച്ചത് തട്ടിൻ്റെ വലിപ്പം ഇച്ചിരി ഇതായിരിക്കണം. കാരണം മുകളിൽ നിൽക്കണമല്ല. അങ്ങനെ നമ്മൾ ഇഡലി ചെമ്പിൻ്റെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. ഇനി ഇഡലി ചെമ്പ് ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ വെക്കാനും ചോറ് വെക്കാനും ഒക്കെ ആയിട്ട് മാറും ഇടയ്ക്കിടയ്ക്ക്. അല്ലേ ശ്രുതി? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. അതാണ്. ഇപ്പോഴും അധികം പാത്രമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ ഉള്ള പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മൾ. ഇഡലി ചെമ്പ് അത്യാവശ്യമായിരുന്നു. കാരണം എന്ത് സാധനങ്ങളും ഒന്ന് ആവി കയറ്റാൻ വേണ്ടി നോക്കിയാൽ ഒന്ന് പുട്ട് പെട്ടെന്ന് ആവി കയറ്റുണ്ടാക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഇലയുടെ എന്തെങ്കിലും കടകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് നോക്കുമ്പോൾ ഇഡലി ചെമ്പില്ലാത്തതിൻ്റെ ഇതിൽ എന്താണ് പപ്പടമാണ് ഇപ്പോഴും. അതുപോലെ തന്നെ മുരിമുരാന്ന് നിൽപ്പുണ്ട്. എയർ ടൈറ്റില്ലാതെ എയർ പോകത്തിൽ വൃത്തി കടച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ശബ്ദം കേട്ടോ സുഖം പൊട്ടിക്കുന്ന ശബ്ദം. സംഭവം മുരുകാതിരിക്കും. കാരണം എയർ ടൈറ്റിൽ അടച്ച് എങ്ങനെ ഉണ്ടാവും. കടച്ചേക്ക് എയർ ടൈറ്റ് നശിപ്പിക്കണ്ട. അതവിടെ വെച്ചിരിക്കാം. നമ്മൾ നാളെ ചോറിനൊക്കെ പോയിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ചോദ്യത്തിൽ ഓരോരോ കുറച്ചുള്ള ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കട്ടെ. ഒരു കറക്കൂടെ ഒന്ന് പിടിച്ചേ. അഭിഷേകം നടത്തി ആർജെ ചമ്മന്തി അരയ്ക്കണം. ഒന്ന് കറക്കിയാൽ മതി മതി മതി. അങ്ങനെ ആർജെ ചമ്മന്തി ഇവിടെ പച്ച ചമ്മന്തി. ഞാൻ പച്ച ദോശ ഉണ്ടാക്കിയതുപോലെ ആർജെ പച്ച ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും വെള്ളം ഇരിക്കുന്ന സാധനത്തിന് കറിവേപ്പില ഇട്ടുകൊണ്ട് പച്ചക്കറി ഇരിക്കണം. അല്ലെങ്കിൽ വെള്ളമായിട്ട് തേങ്ങാ ചമ്മന്തിക്ക് 2 പച്ചമുളക് ഇട്ടുള്ളൂ. 2-3 പച്ചമുളക് ഇട്ടുള്ളൂ. ഉള്ളിക്കടിക്കലൊക്കെ ശ്രുതിയുടെ പരിപാടി. അതുകൊണ്ട് ശ്രുതി ഉള്ളിക്കടിക്കാൻ വേണ്ടി പോവാണ്. അതാണ് ശ്രുതി ഉള്ളിക്കടിക്കാൻ വേണ്ടി പോയ പുതിയ ചട്ടി. ഇത് കടുപിടിക്കാൻ വേണ്ടി ചട്ടി വെച്ചിരിക്കുകയാണ്. അത് ഉള്ളിക്കടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ശ്രുതി സന്തോഷം ഉണ്ടാവും. ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ഹാപ്പിയുള്ള കാര്യമാണ്. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിക്കടിക്കൽ. നിങ്ങൾക്ക് അതാണ് ഉണ്ണി ഗണപതി പോലെ ഇരിപ്പുണ്ട്. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉൾക്കടിക്കലൊക്കെ. നിങ്ങളുടെ വീട്ടിൽ പോലെ എന്ത് സാധനം വായിച്ച് ഉൾക്കടിക്കാൻ താല്പര്യം ശ്രുതിനെ വിളിച്ചാൽ മതി. ശ്രുതി ഉദ്ഘാടനം മീൻസ് അതിന് ഉദ്ഘാടനം ചെയ്യാണ്ട് ശ്രുതിനെ വിളിച്ചാൽ ശ്രുതി ഓടി വരുന്നേക്ക് ഉൾക്കടിക്കാനായിട്ട്. പിന്നെ ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉദ്ഘാടനം ചെയ്യൽ. ഇനിയിപ്പോൾ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ എന്ത് സ്ഥലം ഉദ്ഘാടനം ചെയ്യാൻ ശ്രുതി ഓടി വരും. പക്ഷെ നമ്മൾ അത്ര വലിയ ആളുകളായിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് പാത്രങ്ങളോ ബ്രഷൊക്കെ എൻ്റെ പല്ലിയൊക്കെ ബ്രഷ് വരെ ശ്രുതി ഉദ്ഘാടനം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേസ്. ഞാൻ ഉദ്ഘാടിച്ച് തരാന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് ഓടിയ ആളാണ്. സൈക്കോ തേങ്ങ സൈക്കോ. ഇത് കട പൊട്ടിച്ചെന്ന് ചമ്മന്തിക്ക് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ചമ്മന്തി ഇഡലി അതിൻ്റെ ഉള്ളിലാണ് വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ കട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു. ചമ്മന്തി അതാണ്. ആ സമയത്ത് അതിനകത്തോടെ തോരനൊക്കെ ഉണ്ടെങ്കിൽ പണിയാവും അല്ലേ. 5-6 ചിലപ്പോൾ അതിനകത്തോടെ മീൻ പുറത്തെണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വറുത്തെണ്ണം ബാക്കിയുണ്ടെങ്കിൽ പപ്പടം പുറത്തെണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് വേറെ വല്ല പാത്രം ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ചമ്മന്തി കടുപിടിക്കാൻ സുഖമാണ്. ഇത് വെച്ച് ഉപയോഗിച്ച് കടുപിടിക്കാം. നമ്മളെ ഓരോരോ ആവശ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അല്ലേ ശ്രുതി. ചെറിയ ചെറിയ ആവശ്യങ്ങളുള്ളൂ. നമുക്ക് വലിയ വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. വീടൊക്കെ വെക്കണം, ഒരുപാട് സാധനം വാങ്ങണം. ആഗ്രഹമില്ലാണ്ടൊന്നുമില്ല. പക്ഷേ അതാണ്. പക്ഷേ തൽക്കാലത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അയൺ ചെയ്ത് വെക്കണം. ഡ്രസ്സ് ഉണങ്ങാത്തതുകൊണ്ട് നാട്ടിലേക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണങ്ങാത്തതുണ്ട്. പക്ഷേ 3-4 ദിവസം അലക്കിട്ട് ഇന്ന് അലക്കിയിട്ടില്ല. 3-4 ദിവസം അലക്കിയിട്ടതൊക്കെ ജസ്റ്റ് ഒന്ന് അയൺ വെച്ചിട്ട് അയണിട്ട് മടക്കി അലമരക്ക് കെട്ടണം. അല്ലെങ്കിൽ ശരിയാവില്ല. മഴ പെയ്യേണ്ടത് നിങ്ങൾക്ക് കാണുന്നുണ്ട് വീഡിയോയിൽ. പക്ഷേ ചേട്ടൻ കേൾക്കുന്നുണ്ടാവുമോ? കാണാൻ പറ്റുന്നില്ല. പക്ഷേ കേൾക്കാൻ പറ്റുമായിരിക്കും. ഇഡലിയാണോ? ആയിട്ടുണ്ടാവും. ഇത്ര ഇഡലി ഫുള്ളും തിന്നു പറഞ്ഞത്. 10 ഇഡലിയാ. 10 ഇഡലി ശ്രുതി ഫുള്ളും തിന്നു പറഞ്ഞത്. തിന്നട്ടെ, കുഴപ്പമില്ല. നല്ല വിശപ്പുണ്ട്. വിശപ്പിൻ്റെ അസ്കിതിയാ. കഴിച്ചു പോയി കുഴപ്പമില്ല. എന്തായാലും പ്ലേറ്റിലിടും. മട്ടൻ ബട്ടർ എന്ത് പ്ലേറ്റ്? സ്റ്റീൽ പ്ലേറ്റ് എന്ത്? സ്റ്റീൽ പ്ലേറ്റ് അതിനകത്ത് വെക്ക്. അതിനകത്ത് വെക്ക്. ആ പ്ലേറ്റിലാ ആയിക്കോട്ടെ. ആ പ്ലേറ്റിലാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്യണം. അതിനകത്ത് എടുത്ത് വെക്കട്ടെ, കുഴപ്പമില്ല. കറി മാത്രമല്ല തട്ട് കുറച്ചിട്ട്
ഈ സെറ്റപ്പ് എല്ലാം അങ്ങോട്ടാക്കണം. എന്നാലും ഇത്തിരി കാറ്റും വെളിച്ചവും കിട്ടുള്ളൂ. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ഇതാവുന്നത് കൊണ്ട് ഇതാവുന്നില്ല. ഓ ഇവിടെ തേച്ച് ടപ്പൊക്കെ എടുക്കാൻ അതെ തന്നെ. സുദേശം കൂടെ ഫ്ലോറും തേച്ച് വൃത്തിയാക്കിട്ട് അടുപ്പിലിരുന്ന് കുക്ക് ചെയ്യാനായാലും ഇതായാലും ഒരു ഇതില് കിട്ടും. നമ്മൾ എവിടെയെങ്കിലും പോവാൻ എടുത്തെടുക്കാം. പിന്നെ പക്ഷെ അപ്പൊ തുണിക്ക് എന്ത് ചെയ്യും? അപ്പൊ തുണിക്ക് എന്ത് ചെയ്യും? ഫ്രണ്ട് ഷീറ്റ് കെട്ടാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ ഫൈബറിന്റെ എന്തെങ്കിലും ഒരു കതവ് വാങ്ങിച്ചിട്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു കതവ് സെറ്റ് ആക്കണം. കാരണം ഇത് എപ്പോഴും തുറന്നിട്ടാണ് പോണത്. നമുക്ക് അടയ്ക്കാൻ സെറ്റപ്പില്ല. ഇത് ജസ്റ്റ് കൈയെടുത്ത് ചാല് വെച്ചിട്ട് പോകുന്നുള്ളൂ. അടയ്ക്കാൻ പറ്റത്തില്ല. നമുക്കൊരു വാതിൽ സെറ്റാക്കി എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ഗുണമൊന്നുമില്ല, കയറിയില്ല. കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് മുണ്ട് ചടച്ചേക്കൊണ്ട് ദൂരി കഴിയാം. പക്ഷെ എന്നാലും ഒന്ന് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇരിക്കുമല്ലോ അല്ലേ. അടയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമില്ലല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പുതിയ ഇഡ്ഡലിച്ചട്ടിലെ പുതിയ ഇഡ്ഡലി ശ്രുതി എടുത്തിരിക്കുകയാണ്. ഇടയ്ക്കൊരു കൊല്ലുകാട്ടം ചെയ്ത ശ്രുതിക്ക് കട്ടായിട്ട് കിട്ടണം. അല്ലെങ്കിൽ ശ്രുതിക്ക് ദേഷ്യം വരും. യെസ്, കട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് ഗൈസ്, വലിയ കുഴപ്പമില്ലാതെ കിട്ടി. നമ്മളത് ഇഡ്ഡലി ഫസ്റ്റ് ഇഡ്ഡലി എടുത്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത ഇഡ്ഡലി മാവ് വയ്ക്കാൻ വേണ്ടി ശ്രുതിയുള്ള ബാക്കിയുള്ള കളി ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ഫുഡ് കഴിക്കാം. പുറത്ത് നല്ല അടിപൊളി മഴയും അകത്ത് നല്ല ചൂട് ഇഡ്ഡലി പൊടിയല്ലേ, വേറെ ഇത് വേണം. ഒരു ചോദ്യം ചോദിക്കണം. എന്താ ശ്രുതി പ്രശ്നം, സംശയം? ശരിക്കും നമ്മുടെ ജീവിതം ഹാപ്പി അല്ലെന്ന് ശ്രുതി ചോദിക്കണത്. പൈസയുടെ ബുദ്ധിമുട്ട് വെച്ച് ബാക്കി എല്ലാം നമ്മൾ ഹാപ്പിയാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ വെച്ച് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ പോണത്, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ നമ്മളത് ഫുഡ് അകത്ത് വെച്ചിരിക്കുന്ന ശ്രുതി ഫുൾ മാവ് ഉണ്ടാക്കി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തോന്നുന്നില്ല. നാളെ രാവിലെ ഇഡ്ഡലി ചൂടാക്കി കഴിച്ചാൽ മതി. അല്ല കാരണം ഇത് പറഞ്ഞ പോലെ അത് ആകെ കയറട്ടെ. അപ്പോൾ അത് ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. എനിക്കുള്ള ശ്രുതി ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്കിവിടെ കഴിക്കാൻ വേണ്ടി ഒറ്റ പേര് കഴിക്കുന്നത്. ഇഡ്ഡലി വാങ്ങി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി കഴിക്കാം. ശ്രുതി വേറെ ഫോൺ കോളിലാണ്. അപ്പോൾ ശ്രുതി സംസാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ശ്രുതി മറ്റേ സേവാഭാരത്തിലെ ആൾക്കാർ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പലചരക്ക് സാധനം അവർ പണ്ട് തന്നായിരുന്നു. കുറച്ച് പണ്ട് കഴിഞ്ഞ വർഷം ഇവർ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് പലചരക്ക് സാധനം കിട്ടിയ അവരുടെ ഹെൽപ്പാവും. നല്ല പ്രശ്നം കിട്ടുമ്പോൾ ഒരു ഹെൽപ്പല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേസ്. ഞാൻ വെച്ചത് ശ്രുതി കൂടി ചേർത്തുള്ള ഇഡലിയാന്ന് വെച്ചാൽ ശ്രുതി അല്ല, ഇത് എനിക്കുള്ള ഇഡലി. ശ്രുതിക്കുള്ള ഇഡലി ശ്രുതി കുറച്ച് ഇഡലി കൂടുതൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ശ്രുതി എത്ര ഇഡലി എടുത്തേക്കണം. ശ്രുതി കഴിക്കണം. ശ്രുതിക്ക് മീൻ കറി വേണം. എനിക്കിത് സാമ്പാർ ചമ്മന്തി ഉണ്ട്. മിഞ്ഞാന്നുണ്ടാക്കിയ സാമ്പാർ, ഞാൻ ഉണ്ടാക്കിയ സാമ്പാറാണ്. ബാക്കി ഇരിപ്പുണ്ട്. ഇന്ന് തീരും, ഇനി ഉണ്ടാവില്ല. നാളെ മുതൽ അല്ലേ, നാളെ നമുക്ക് വേറെ സാമ്പാർ വെക്കാം. എന്നിട്ട് ആണ്. അപ്പോൾ ശ്രുതിക്ക് എപ്പോഴും വിശപ്പുണ്ടാവാറില്ല. ഇന്നിപ്പോൾ വയ്യാത്തതുകൊണ്ട് വിശപ്പ് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിശപ്പിച്ചിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ. എന്തായാലും ഞാനും കഴിക്കട്ടെ കേസ്. അപ്പോൾ കേസ് ഇനി വല്ല പരിയിടുന്നില്ല. അവിടെ കസേരയിൽ ഇരിക്കുന്ന തുണി ഫുള്ളും തേച്ച് ഉണക്കി എടുത്തോണം. ഉണങ്ങിയിരിക്കുന്ന സാധനം ജസ്റ്റ് തണുപ്പ് മാത്രമേ. അപ്പോൾ ജസ്റ്റ് തേച്ചിട്ട് മടക്കി അലമാരി കയറ്റണം പരിപാടി. ഇപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് തേക്കാൻ വേണ്ടി പോവാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് ഇനി ഒരു അരമണിക്കൂർ മാക്സിമം തേക്കും അല്ലേ ശ്രുതി? അതിനായിട്ട് കിടന്നുറങ്ങാൻ പരിപാടി. വേറെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം ഇനി ഇല്ല. അപ്പോൾ നമ്മൾ തേപ്പിട്ട് നമുക്ക് കഴിഞ്ഞ ശ്രുതി മണിക്കൂർ സ്വത്ത് അവിടെ നിന്ന് അവരുടെ പഴയത് കംപ്ലൈൻറ്റായി കിടന്ന് തന്നത് നമുക്ക് നമ്മൾ ഇവിടുത്തെ കടയിൽ കൊണ്ടുവന്ന് കൊടുത്ത് നന്നാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ഒരു ചെറിയ തേപ്പിട്ട് നമുക്ക് സെറ്റായി കിട്ടി ഇല്ല ശ്രുതി? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി പറയാവുന്നില്ല. കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്തൊരു ബ്ലോഗിൽ കാണാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയും കൊടുത്തു തീർന്നു. ഇനി വേറെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ഫ്രം ആദ്യം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കൺ കൂടി കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ.